Hi, hello, what's up, guys? Welcome to the Glitch Gang. ഞാൻ കാർത്തിക് ആൻഡ് വിത്ത് മീ ഗ്ലിച്ച് ഗാങ്ങിലെ ബാക്കിയുള്ള മെമ്പേഴ്സ് കൂടി ഉണ്ട്. ഇറ്റ് ഇസ് രാഹുൽ, ശരത് ആൻഡ് ഡിബിൻ. ഹലോ ഗൈസ്. ചൂടാണ് ആ നാട്ടിലല്ലേ എന്താണ്? മുടിഞ്ഞ ചൂട്. അതായത് ഈ കൊച്ചിയിലിരുന്ന് ശരത്ത് നമ്മൾ മൂന്നുപേരെ കാണുന്ന സമയത്ത് ഇവിടെ ഇപ്പൊ ദുബായിലും എല്ലാം ചൂട് കൂടിയിട്ടുണ്ട്. പക്ഷെ എന്നാലും നമ്മൾ ഈ ഹൂഡിയൊക്കെ ഇട്ടിരിക്കുന്ന കാണുമ്പോ ശരത്തിന് ഒരു ദേഷ്യമൊക്കെ വരുന്നുണ്ടാവും. ഇറങ്ങി പോടാ എന്നൊക്കെ പറയാൻ തോന്നുന്നുണ്ടാവും. ഈറ്റിംഗ് ആയതുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ ഇതുകൊണ്ടായിരുന്നു. എടാ ദുബായിലെ മഴ വെള്ളക്കെട്ടൊക്കെ പോയോ? നീ ഒളിച്ചു പോയാ വിചാരിച്ചത്. ഇല്ല, ദുബായില് നമ്മളുടെ ഇവിടെ വലിയ വെള്ളപ്പൊക്കം ഉണ്ട്. കുറച്ച് അപ്പുറത്തൊക്കെ ഇങ്ങനെ കടകളിലും സൂപ്പർ മാർക്കറ്റിലും എല്ലാവിടെയും വെള്ളമായിരുന്നു. പണ്ടൊക്കെ നമ്മൾ ഈ ദുബായിൽ വെള്ളം ഉണ്ടാവില്ല, മരുഭൂമി എന്നൊക്കെ പറയുന്നത് വെറുതെയാ. മഴ പെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഫുള്ള് വെള്ളം തന്നെയാ. പക്ഷെ ഇവിടുത്തെ അതോറിറ്റീസ് ഒക്കെ പടപെടാന്ന് പറഞ്ഞാ കേട്ടോ കാര്യങ്ങൾ ക്ലിയർ ചെയ്യുന്നത്. വെള്ളം എങ്ങനെ ക്ലിയർ ചെയ്യുന്നത്? വലിച്ചെടുക്കും. വലിച്ചെടുക്കും. മറ്റേ ലോറി വന്നിട്ട് ഫുള്ള് സക്ക് ചെയ്ത് റോട്ടിൽ നിന്ന് മൊത്തം അയ്യേ ചമ്മിപ്പോയി. ചമ്മി. ഇന്നത്തെ നമ്മൾ ഗ്ലിച്ച് ഗാങ്ങിൽ നമ്മൾ കഴിഞ്ഞ ഒരാഴ്ച കണ്ടിട്ടുള്ള ഒരു വെബ് സീരീസിനെ കുറിച്ചാണ് പറയുന്നത്. ആദ്യം സീരീസിന്റെ പേര് പറയുന്നതിന് മുമ്പ് ഞാൻ ആ സീരീസ് ബിഞ്ച് വാച്ച് ആണ് ചെയ്തത്. ഒറ്റയടിക്ക് ഇരുന്ന് കണ്ടു. ശരത്ത് കണ്ടു കഴിഞ്ഞോ? ഞാൻ ഡെയിലി 1 എപ്പിസോഡ് എന്നിട്ട് കണ്ടു കഴിഞ്ഞു. ഡിബിന് ഏതുവരെ? എന്താ ബിഞ്ച് വാച്ച് ആണ്? ഫുൾ ബിഞ്ച് വാച്ച് എന്നിട്ട് കംപ്ലീറ്റ് ആയിട്ടില്ല. എത്ര? 7 രാഹുലോ? ഞാൻ ഇന്നലെ വളരെ ഫ്രഷ് ആയിട്ട് 6 ഒറ്റയടിക്ക് കണ്ടു. അത് കഴിഞ്ഞപ്പോ ഉറങ്ങിപ്പോയി. സൈക്കോളജിക്കലി നോക്കുന്ന സമയത്ത് ഇവൻ പറയുന്നത് നുണയാണെന്ന് വിചാരിക്കും. കാരണം ലെഫ്റ്റിലേക്ക് നോക്കിയിട്ട് ഒരു സാധനം പറയണത് നുണയാണെന്നൊക്കെ ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്. ആരാ? ഞാനാണോ? ഇവൻ ശരിക്കും 2 എന്തോ കേട്ടിട്ടുള്ളൂ. ഞാനോ? ഓരോ ചോദിക്കുക. എപ്പിസോഡ് ചോദ്യോത്തര വേളകൾ. നിങ്ങൾ കാത്തിരുന്ന ആദ്യത്തെ ചോദ്യം. എപ്പിസോഡിലെ 42ാമത്തെ മിനിറ്റിൽ എന്തായിരുന്നു സീൻ? പാസ്. ലൈഫ് ലൈൻ വേണം. ഞാനൊരു ചോദിക്കാം. വോൾട്ട് നമ്പർ 33, 32, 31 ഇതിന്റെ അകത്ത് ഏതാണ് ആൾക്കാരില്ലാത്ത? 32ലും 31ലും ഇല്ല. നന്നായി. അവൻ കണ്ടു. അപ്പൊ നമ്മൾ എന്തായാലും ഇന്നിപ്പോ വേൾഡ് വൈഡ് ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു വെബ് സീരീസിനാണ് സംസാരിക്കാൻ പോകുന്നത്. അതിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ഞങ്ങൾ 4 പേരും ഏതുവരെ കണ്ടിട്ടുണ്ടെന്ന് ഏകദേശം മനസ്സിലായല്ലോ. ആൻഡ് ദ വെബ് സീരീസ് നെയിം ഈസ് ഫോളൗട്ടിനെ കുറിച്ചാണ് ഇന്നത്തെ സംസാരം. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ഫോളൗട്ടിന്റെ റിവ്യൂ ഒക്കെ? നമുക്ക് ലാസ്റ്റിലേക്ക് എത്താം. ഇഷ്ടമായോ ഇഷ്ടമായില്ലേ എന്നുള്ളത് നമുക്ക് സംസാരിച്ച് വഴിയെ മനസ്സിലാക്കി എടുക്കാം. പക്ഷേ വേൾഡ് വൈഡ് ട്രെൻഡിങ് ട്രെയിലർ കാണിച്ചാലോ? എന്താ പറയുന്നത്? ആൾക്കാർക്ക് ട്രെയിലർ കാണിച്ചു തുടങ്ങിയാലോ? എന്താണ് അഭിപ്രായം? നമുക്ക് ഫോൾ ഔട്ടിന്റെ ട്രെയിലർ കണ്ട് പരിപാടി സ്റ്റാർട്ട് ചെയ്യാം. ഫോൾ ഔട്ട് വെബ് സീരീസ് ആമസോൺ പ്രൈമിലാണ്. അപ്പോ സംഭവം എന്തായാലും അതിന്റെ ട്രെയിലർ നമുക്ക് കാണാം. Hello there. I'm here to show you a wonderful place. Yeah. A veritable Camelot of the nuclear age. Not made by God Almighty, but the working man. You can be a hero by purchasing a residence in a Vault-Tec vault today. Because if the worst should happen tomorrow, the world is going to need you to build a better day after. കഴിഞ്ഞു. The mission of the vaults എനിക്ക് ഇവിടെ ഭയങ്കര ഇഷ്ടമായിട്ടോ. to come up to the surface one day and restart civilization. Can you tell me what's happened in the last 200 years? Holy shit. You're an actual vault dweller. I am. I thought all you dipshits were dead. Jonathan, what you're doing is insane. I don't set the world. It isn't like the vault out there. It's big. Higher. I just want to start. I've had a rough week. Practically every person I've met up here has tried to kill me. I'm simply going to harvest your organs. You need to go home. You come from a world of rules, of laws. You should not be alone. Why did you join the Brotherhood?
to hurt the people who hurt me. People are going to come after you. Ain't much stage cleanup here, Volty. Well, now that is a very small drop in a very, very large bucket of drugs. Look out at this wasteland. Looks like chaos, but there's always somebody behind the wheel. What is happening here? Everyone wants to save the world. They disagree on how. There you are, you little killer. യെസ്, ഫോൾ ഔട്ട്. പലപ്പോഴായിട്ട് നമ്മൾ ഈ ട്രെയിലർ നമ്മൾ ഫുള്ള് സീരീസ് ഒക്കെ കണ്ടു കഴിഞ്ഞിട്ടാണല്ലോ കാണുന്നത്. ഞാൻ ആക്ച്വലി ആദ്യമായിട്ടാണ് ട്രെയിലർ കാണുന്നത്. ഈ ട്രെയിലർ കാണുമ്പോൾ എല്ലാ സംഭവങ്ങളും അതിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് ഈ ട്രെയിലർ തന്നെയാണ് വെബ് സീരീസ്. അപ്പൊ അല്ല, നമ്മൾ അതാണ് എനിക്ക് പറയാൻ തോന്നുന്നത്. അതാണ് ഈ ഒരു ട്രെയിലർ കണ്ടു കഴിഞ്ഞാൽ ട്രെയിലർ തന്നെയാണ് വെബ് സീരീസ് അല്ലേ? അതിന്റെ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്കൊന്നും ഇല്ല. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഒരു കാര്യം പറയാം. ഇനി നമ്മൾ പറയാൻ പോകുന്ന കാര്യങ്ങളിൽ ഫോൾ ഔട്ട് സീരീസ് കാണാൻ താല്പര്യമുള്ള ഒരാളാണെങ്കിൽ അത് കണ്ടിട്ട് വന്നിട്ട് ഈ ഒരു എപ്പിസോഡ് കാണുന്നതായിരിക്കും ബെറ്റർ. കാരണം ചിലപ്പോഴുള്ള എന്തെങ്കിലും സ്പോയിലേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. സോ സ്പോയിലേഴ്സ് അലേർട്ട് ആദ്യം തന്നെ തന്നിരിക്കണം. ശരിക്കും ഈ ഫോൾ ഔട്ട് സീരീസ് കാണാൻ തുടങ്ങുന്നത് ആസ് ഓൾവേസ് നമ്മളുടെ സ്വന്തം ശരത്തിൽ നിന്നാണ്. ശരത്ത് ഇത് റിലീസായ ദിവസം തന്നെ പറഞ്ഞത് ഇങ്ങനെ ഗെയിമിൽ നിന്ന് കൺവേർട്ട് ചെയ്തതാണ്, ഭയങ്കര അഭിപ്രായമാണ്. കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം, ഇതിന്റെ പ്രൊമോഷൻസ് ഉണ്ടല്ലോ, എവിടെ നമ്മളിപ്പോ ഇൻസ്റ്റഗ്രാം, ട്വിറ്റർ, നമ്മൾ എവിടെ നോക്കിക്കഴിഞ്ഞാലും ഫോൾ ഔട്ടിന്റെ പരിപാടികൾ മാത്രമേ കാണുന്നുള്ളൂ. സോ ഒബ്വിയസ്ലി നമ്മൾ ഈ പറഞ്ഞ പോലെ എന്താണ് ഇതിൽ എന്ന് കാണാനുള്ള ഒരു എക്സൈറ്റ്മെന്റ് എനിക്കും ഉണ്ടായി കേട്ടോ. ഞാനിങ്ങനെ കണ്ടു വന്ന സമയത്ത് ശരത്ത് ഇങ്ങനെ ഒരു മെൻഷൻ ചെയ്തു. ആൻഡ് ഇതിന്റെ പ്രൊമോഷൻസ് കണ്ടപ്പോൾ ഐ വാസ് ലൈക്ക് ഇത് എന്തായാലും ഒന്ന് കണ്ടു നോക്കണമല്ലോ. അതുകൊണ്ടാണ് ഇപ്പൊ അങ്ങനെയാണ് നമ്മൾ ഫോൾ ഔട്ടിലേക്ക് ഈ ആഴ്ച ഫോളോ ചെയ്തത്. ഇതിന്റെ ആഡ് വന്നപ്പോ ഞാൻ ആകെ ഫസ്റ്റ് റീസൺ ഈസ് ഫോൾ ഔട്ട് പ്രൊഡ്യൂസർ, എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ഓർ സംതിങ്, ജോനതൻ നോളൻ ക്രിസ്റ്റഫർ നോളന്റെ അനിയനാണ്. അതെനിക്കറിയില്ല. പക്ഷേ ജോനതൻ നോളനാണ് വെസ്റ്റ് വേൾഡ് തള്ളിയതല്ലേ? നൈസായിട്ട് ഇടയ്ക്ക് തള്ളുന്നുണ്ട്. ഇല്ലല്ല, ജോനതൻ നോളൻ ആരാ? നോളൻ മീൻസ് സെക്കൻഡ് നെയിം, സർനെയിം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ക്രിസ്റ്റഫർ നോളന്റെ അനിയനാണെന്ന് ഇല്ലല്ലോ, പക്ഷെ അനിയനാണ്. ഓക്കെ, ലിസ്റ്റർ ഞാൻ പറഞ്ഞു തീർക്കട്ടെ. ഓക്കെ, തീർക്ക്. ഓക്കെ, ഞാൻ ഫോളോ ഔട്ട് ശ്രദ്ധിക്കാനുള്ള ഒരു റീസൺ ഒന്ന്, ജോനതൻ നോളൻ ആണ് ഇതിന്റെ പ്രൊഡ്യൂസർ. പക്ഷെ എനിക്ക് ജോനതൻ നോളൻ എനിക്ക് മറ്റേ തേന്മാവിൻ കൊമ്പത്തെ പപ്പൂനാണ് ഓർമ്മ വരുന്നത്. നീ ആരാന്ന് അറിയത്തില്ലെങ്കിൽ നീ എന്നോട് ചോദിക്കടാ, നീ ആരാ? അതായത് നോളനാണെന്ന് അവൻ അറിയത്തില്ലായിരുന്നു, പക്ഷെ നോളനാണെന്ന് അവൻ അറിയാം. ആക്ച്വലി ട്രെയിലറില് നോളൻ എഴുതി കാണിക്കുന്നതിന് മുകളില് വെസ്റ്റ് വേൾഡ് പ്രൊഡ്യൂസർ എന്നുണ്ട്. വെസ്റ്റ് വേൾഡ്, ഓക്കെ. വെസ്റ്റ് വേൾഡും ഇതുപോലെ ഒരു സയൻസ് ഫിക്ഷൻ സീരീസ് ആണ്. ഓക്കെ, അത് ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സീരീസ് ആണ്. അപ്പൊ അതിന്റെ പ്രൊഡ്യൂസർ ആണ് ജോനതൻ നോളൻ. ഓക്കെ, അപ്പൊ ആ ജോനതൻ നോളൻ ക്രിയേറ്റ് ചെയ്തതാണ്. പിന്നെ ഗെയിമിംഗ് കൂടിയാണ്. ഫോൾ ഔട്ട് എന്ന് പറഞ്ഞ ഗെയിം സീരീസ് എനിക്കറിയാം. ബെത്തസ്ഡ എന്ന് പറഞ്ഞ സ്റ്റുഡിയോ ക്രിയേറ്റ് ചെയ്തതാണ്. അപ്പൊ അവരുടെ ബെത്തസ്ഡയുടെ വേറൊരു ഗെയിം നോക്കുകയാണെങ്കിൽ സ്റ്റാർ ഫീൽഡ് എന്ന് പറഞ്ഞൊരു ഫെന്റാസ്റ്റിക് ഗെയിം അവര് റിലീസ് ചെയ്തിട്ടുണ്ട് ലാസ്റ്റ് ഇയർ. ഓക്കെ, അപ്പൊ ശരിക്കും ഈ ജോനതൻ നോളൻ എന്ന് പറയുന്ന ക്രിസ്റ്റഫർ നോളന്റെ ആരായിട്ട് വരും? അതായത് ജോനതൻ കുഞ്ഞമ്മയുടെ രാഹുൽ സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് ഗൂഗിൾ സെർച്ച് ചെയ്ത് എനിക്ക് അയാളുടെ സ്പെല്ലിംഗ് പോലും അറിയത്തില്ല. ഇനിയിപ്പോ അത് ശരി, നീ ഇത് കൺഫേം ചെയ്തിട്ട് പോകും. ഇപ്പൊ ക്രിസ്റ്റഫർ നോളനും മറ്റേ ജോനതൻ നോളനോ അവർ തമ്മിലുള്ള ബന്ധം എന്താ? ഞാനിപ്പോ സ്ക്രീൻ ഷെയർ ചെയ്യാം, അത് അവൻ അറിയണം. ജോനതൻ നോളൻ, രാഹുൽ നായർ സ്റ്റാർട്ടഡ് സ്ക്രീൻ ഷെയറിംഗ്. അത് ഞങ്ങള് കാണുന്നുണ്ടേ, അതേ വായിക്കുന്നു. എന്താ ബ്രദർ ആണോ?
ബ്രിട്ടീഷ് സ്ക്രീൻ brother, brother. ഓ ഈശ്വര അവസാനം എവിടെ എവിടെ എവിടെ? ഓ അതാ റിലേറ്റീവ്സ് ഒരുത്തനും കൂടെ ഉണ്ട് കേട്ടോ. ഒരാളും കൂടെ ഉണ്ട്. ഇനി വേറെ ഏതെങ്കിലും നോളന്ന് കണ്ടാല് തീരുമാനിച്ചോണം. ബ്രെൻഡൻ എന്തോ അതെ ബ്രെൻഡൻ ചേട്ടൻ നോളൻ എന്താണ്? പ്രസ്റ്റീജ്. ബ്രെൻഡൻ നോളൻ. ഓ മൈ ഗോഡ്, ഇതൊക്കെ ആരുടെയാ? പൊടിക്ക് ക്ലോസ് ഇതൊക്കെ ആരുടെ ആയിരുന്നോ? ഈശ്വര അയ്യോ. ഓക്കെ, അപ്പൊ ആ ഡൗട്ട് എന്തായാലും ക്ലിയർ ആയിക്കൊള്ളാം. എന്തായാലും ഫോളോ ഔട്ട് ഈ പറഞ്ഞ പോലെ ശരത്ത് പറഞ്ഞ നേരത്തെ പറഞ്ഞതിൽ നിന്ന് നമ്മൾ ഇപ്പൊ ബെറ്റിസ്റ്റീം ബ്രോക്ക് ലെസ്നർ ഒക്കെ വന്നിരുന്നെങ്കിലും അതില് ഒരു മേജർ കാര്യം നമ്മൾ ഇതൊരു ഗെയിം സീരീസിൽ നിന്ന് ഇൻസ്പയർഡ് ആണ്. ഞാനും ഇങ്ങനെ കുറച്ച് റിവ്യൂസും കാര്യങ്ങളൊക്കെ വായിച്ചപ്പോൾ അപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഫോളോ ഔട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗെയിം ഉണ്ട് എന്ന് ഞാൻ അറിയുന്നത് കേട്ടോ. നിങ്ങൾക്കൊക്കെ നേരത്തെ അറിയുമായിരുന്നോ ഇങ്ങനത്തെ? ശരത്തിനൊക്കെ അറിയാം. ബാക്കി നിങ്ങൾ അറിയായിരുന്നു. ഇപ്പൊ കുറെ നാളായിട്ട് ഗെയിം ബേസ്ഡ് കുറെ സീരീസ് ഇറങ്ങുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ലാസ്റ്റ് ഓഫ് അസിന്റെ ഇറങ്ങിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു സ്ക്രീൻ റൈറ്റേഴ്സ് എല്ലാവരും ഓക്കെ ഒരു കോൺസെപ്റ്റ് ഓൾറെഡി ഉണ്ട്, അതിന്റെ ഗെയിം ആൾക്കാർ കാണുന്നുണ്ട്, കുറെ ആൾക്കാർ കണ്ടിട്ടുണ്ട്. പോപ്പുലർ ആയിട്ടുള്ള ഗെയിമിന്റെ അതേ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ക്രീൻ പ്ലേ ഉണ്ട് അതില്. എന്നിട്ട് ഇവര് ചുമ്മാ അതിന്റെ ഇടയ്ക്ക് ആഡ് ചെയ്യുക, കുറച്ച് അവിടെ ഇവിടെയൊക്കെ ആഡ് ചെയ്തിട്ട് അങ്ങ് എന്താ ഇറക്കുകയാണ് പറഞ്ഞു ചെയ്യുന്നത്. പല ഗെയിംസിനും ഇപ്പൊ ഈ ഒരു കാലത്തുള്ള ഒരു സ്ക്രീൻ പ്ലേ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഗെയിം പ്ലേ, നമ്മൾ സ്ക്രീൻ പ്ലേ എന്ന് പറയൂല, ഗെയിം പ്ലേ എന്ന് പറയുന്നത് അത് തന്നെ ഇപ്പോഴുള്ള പല സീരീസും സിനിമകളെക്കാളും മികച്ചതാണ്. അപ്പൊ പിന്നെ എന്തിനാ വെറുതെ കഷ്ടപ്പെട്ട് വേറെ എവിടെയെങ്കിലും പോയി തപ്പുന്നത്? ചില ഗെയിമേഴ്സ് ഒക്കെ കളിക്കുന്ന ഒരു സ്റ്റോറി ലൈൻ ഉണ്ടല്ലോ. ഇപ്പൊ ഒരു ഓപ്പൺ വേൾഡിൽ കളിക്കുന്ന സ്റ്റോറി ലൈൻ മാത്രം എടുത്തു കഴിഞ്ഞാൽ അതൊരു സെപ്പറേറ്റ് സിനിമയാക്കാൻ പറ്റും. ഗോഡ് ഓഫ് വാർസ് മൂവി വരാൻ പോകുന്നുണ്ട്. എന്റെ പൊന്നെ അത് എന്റെ മോനെ, ഭീകരമായിരിക്കും കേട്ടോ. അത് 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 കാണണം. ഭീകരമായിരിക്കും. എന്റെ അത് പൊന്നെ വേറെ ലെവലായിരിക്കും. ഗോഡ് ഓഫ് വാർ അത് ഗംഭീര സാധനം, അതിന്റെ ഒരു സ്റ്റോറി ലൈൻ തന്നെ ഗംഭീര. അപ്പൊ നമ്മൾ തിരിച്ച് ഫോളോ ഔട്ടിലേക്ക് വരികയാണെങ്കിൽ ഫോളോ ഔട്ട് ഈ ഗെയിമിൽ നിന്ന് ഇൻസ്പയർഡ് ആണെന്ന് പറഞ്ഞു. ഗെയിമിന് ആക്ച്വലി ഒരുപാട് സീരീസ് ഉണ്ട് തോന്നുന്നു അല്ലെ ഗെയിംസിൽ? കുറെ ഉണ്ട്. എനിക്ക് തോന്നുന്നു 2022 ലേറ്റസ്റ്റ് ഇറങ്ങിയെന്ന് തോന്നുന്നു. ഫോളോ ഔട്ട് 4 or 5 എന്തോ ആണ് പേര്. അല്ല, ഞാൻ ഡൗട്ട് കിട്ടി, ഈ ഫോളോ ഔട്ടിന്റെ ലാസ്റ്റ് വന്നിട്ടുള്ള ഗെയിം സീരീസ് ഒന്ന് ട്രെയിലർ വല്ലതും ഉണ്ടെങ്കിൽ നോക്കിയോ? ഇത് ഫോളോ ഔട്ട് 4 ദ വാണ്ടറേഴ്സ് ട്രെയിലർ, അതാണ് അതിന്റെ ഗെയിമിന്റെ പേര്. ഓക്കെ, ഓക്കെ ഓക്കെ. ഇന്റൻസ് വയലൻസ് സ്ട്രോങ് ലാംഗ്വേജ്. അതാ മറ്റേ ഇതിൽ ആക്ച്വലി നമ്മൾ മറ്റേ ഈ സീരീസിൽ നോക്കുമ്പോൾ ഈ വോൾട്ട് ഡ്വെല്ലർ അല്ലെങ്കിൽ വോൾട്ട് എന്ന് വന്നിട്ടുള്ള പെൺകുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 33 നിന്നാണ്, ഇതാവുമ്പോൾ 111 അതെ നിന്നാണ്. സോ അതെ ഇതിപ്പോ ഓരോ വോൾട്ടിൽ നിന്ന് ഇങ്ങനെ ആൾക്കാർ ഇറങ്ങും തോറും ഗെയിമുകൾ വന്നോണ്ടിരിക്കും അല്ലെ? വന്നോണ്ടിരിക്കും. ഇപ്പൊ നമ്മള് വോൾട്ടിൽ നമ്മള് 4 പേരുണ്ട്. വൈറ്റ് വോൾട്ട്. ഓ അത് സൂപ്പർ ആയിരുന്നു അടിപൊളി കേട്ടോ. അടിപൊളി. അത് അത് വേറെ പൊളി കേട്ടോ. ലെവലായിരുന്നു കേട്ടോ. നാല് പേര് മാത്രമല്ല കേട്ടോ, ബാക്കിയുള്ള അപ്പുറത്ത് ചെയ്യുന്നവന്മാര് വേറെ ഉണ്ട്. അവന്മാര് വരും, അപ്പൊ ഞങ്ങളും അത്. അത് തന്നെ. Yeah. പക്ഷേ ആ ട്രെയിലർ കണ്ടുകൊണ്ട് അത്രയും ഗ്രാഫിക്സ് ഉണ്ടെന്ന് വിചാരിക്കരുത്. ഞാൻ ഈ ട്രെയിലർ കണ്ടുകൊണ്ട് ഒരു വട്ടം അതിന്റെ ഗെയിം പ്ലേ ഒറിജിനലി കണ്ടു നോക്കിയായിരുന്നു. അത്രയും ഗ്രാഫിക്സ് ഒന്നും ഇല്ല, പക്ഷേ രസമായിരിക്കും. അപ്പൊ First person ശരിക്കും ആണോ? ഈ ഫോൾ ഔട്ട് സീരീസ് എന്തിനെ കുറിച്ചാണ് എന്നുള്ളത് നമുക്കൊരു ബ്രീഫ് ചെയ്യാൻ പറയാം. അതായത് ഞാൻ പറയുന്നതിൽ വല്ല തെറ്റുണ്ടെങ്കിൽ തിരുത്തി കേട്ടോ. സംഭവം Yes, എനിക്ക് come on. കണ്ടപ്പോ ഇതെന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അപ്പോക്കാലിപ്സിന് ശേഷം ആൾക്കാർ അപ്പോക്കാലിപ്സ് ഉണ്ടാവും എന്ന് പറയുന്ന സമയത്ത് തന്നെ ആൾക്കാർ ഈ പറഞ്ഞ പോലെ അണ്ടർഗ്രൗണ്ട് വാൾട്ട്സ് ഉണ്ടാക്കിയിട്ട് ഭയങ്കര പ്രിവിലേജ് ആയിട്ടുള്ള റിച്ച് ആയിട്ടുള്ള പല ആൾക്കാരും ഈ വാൾട്ടിന്റെ ഉള്ളിൽ ജീവിക്കുന്നു. എന്നിട്ട് പിന്നെ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ആ വാൾട്ടിന്റെ ഉള്ളിൽ തന്നെയാണ് അവിടെ തന്നെ കുറെ കുട്ടികളും കാര്യങ്ങളൊക്കെ വളർന്ന് വലുതാവുന്നു. അതിനുശേഷം പിന്നെ ആക്ച്വലി ഭൂമിയിൽ പെട്ട ആൾക്കാരും ഈ വോൾട്ടുള്ള ആൾക്കാരും തമ്മിൽ ഒരു ചെറിയ സ്ട്രൈക്കും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് അങ്ങനെ വോൾട്ട് നമ്പർ 33 എന്ന് പറയുന്നതിന്റെ ഒരു സീക്കർ, അതായത് അതിന്റെ ഹെഡ്, ആ ഹെഡിനെ പിടിച്ചുകൊണ്ട് പോവാണ് ഭൂമിയിൽ നിന്ന് വന്ന ആൾക്കാർ. അപ്പൊ ആ ഹെഡിന്റെ മോള് അച്ഛനെ തപ്പാൻ വേണ്ടി ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നു. പിന്നെ അവിടെ ഉണ്ടാവുന്ന കുറെ കോൺഫ്ലിക്റ്റും കാര്യങ്ങളൊക്കെയാണ് ഈ പറഞ്ഞ ഫോളോ ഔട്ടിന്റെ കഥാന്തു. ഇതാണ് അതിന്റെ ഒരു ബ്രീഫ്. ആക്ച്വലി ഇതൊരു വെബ് സീരീസ് 8 എപ്പിസോഡാണ്. ഓരോ എപ്പിസോഡ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 1 hour 4 minutes ആ ഒരു റേഞ്ചിലൊക്കെ വരുന്നുണ്ട്. എനിക്ക് ഭയങ്കര
ലാഗായിട്ടാണ് തോന്നി. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ആക്ച്വലി. എനിക്ക് മോശം എന്ന് പറയാൻ അഭിപ്രായം ഇല്ലെങ്കിലും ഐ മീൻ ഒന്നും ഇല്ലെങ്കിൽ കാണാം എന്നുള്ള ഒരു രീതിയിലേ ഉള്ളൂ. കണ്ടാ ബോറടിക്കത്തൊന്നുമില്ല, പക്ഷെ കണ്ടിരിക്കണം എന്ന് ഞാൻ പറയത്തില്ല. 3 ബോഡി പ്രോബ്ലം എന്നുള്ള സീരീസ് എന്ന് പറഞ്ഞാൽ കണ്ടില്ലെങ്കിൽ ഒരു നഷ്ടമാണെന്ന് ഞാൻ പറയത്തുള്ളൂ. അത് നല്ല അതിന്റെ കോൺസെപ്റ്റ്സ് നല്ലതാണ്. അതിന്റെ അകത്തെ ഇത് എന്റെ പൊന്നു എന്നാ പറഞ്ഞ ഒരു കാര്യം ചെയ്യും. എന്നൊരു കാര്യം പറയട്ടെ, എനിക്ക് അഭിപ്രായം ഇല്ല ഇപ്പോഴോ. ഇപ്പൊ ഓക്കെ അല്ലേ? അല്ലെങ്കിൽ പിള്ളേച്ച കള്ളം പറയാന്ന് വിചാരിക്കും. ഫോൾ ഔട്ട് സീരീസിനെ കുറിച്ച് സീരീസ് തുടങ്ങിയപ്പോ ഒരുപാട് സയൻസ് ഫിക്ഷൻ പാർട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ആ ഒരു ബ്രദർഹുഡിന്റെ ആർമർ ഇല്ല, ആ ഒരു എന്താ പറയാ റോബോട്ടിക് ആർമർ D15 നെയിം. സോ അതില് യൂസ് ചെയ്യുന്ന പവർ സിസ്റ്റം, അതായത് ന്യൂക്ലിയർ ഫ്യൂഷൻ ടെക്നോളജി യൂസ് ചെയ്യുന്ന സാധനമാണ്. അങ്ങനത്തെ ഒരു സയൻസ് ഫിക്ഷൻ പാട്ടുകൾ തന്നെ ഭയങ്കര അട്രാക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ന്യൂക്ലിയർ ഫ്യൂഷൻ അതല്ലാതെ ബേസിക്കലി ഈ ഒരു സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത് ഭൂമിയിൽ മൊത്തം ന്യൂക്ലിയർ ബ്ലാസ്റ്റ് വരും, അതിനുശേഷം സർഫസിൽ സർവൈവ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് വോൾട്ടിലോട്ട് ഓൾറെഡി പ്ലാൻഡ്. അതിന്റെ ക്ലൈമാക്സ് ഞാൻ പറയുന്നില്ല. ക്ലൈമാക്സിലാണ് ഈ സാധനങ്ങളൊക്കെ വരുന്നത്. ക്ലൈമാക്സ് ഒരു സസ്പെൻസ് ആണ്, എന്തുകൊണ്ടാണ് ഈ ന്യൂക്ലിയർ ബ്ലാസ്റ്റ് വരുന്നത് അങ്ങനത്തെ റീസൺ പറയുന്നതാണ്. അപ്പോ ഇത് വന്നതിന് ശേഷം സർഫസിൽ ജീവിക്കാൻ പറ്റാത്തത് കൊണ്ട് വോൾട്ടില് ലൈഫ് മുന്നോട്ട് പോകും. ഓക്കെ, അത് 200 ഇയേഴ്സിന് ശേഷമാണ് ഈ കുട്ടി ഫാദറിനെ അന്വേഷിച്ചിട്ട് പുറത്തേക്ക് വരുന്നത്. അപ്പൊ ഓൾറെഡി ഈ സർഫസിൽ ഒരുപാട് പേരുണ്ടാവും. അപ്പൊ അതില് ഈ അവര് ഒരുപാട് ടെക്നോളജി യൂസ് ചെയ്തിട്ട് സർവൈവ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ അവര് യൂസ് ചെയ്യുന്ന ഒരു ടെക്നോളജി ബേസിക്കലി വോൾടെക് എന്ന് പറഞ്ഞൊരു കമ്പനിയാണ് ഈ വോൾട്ട് ഉണ്ടാക്കിയത്. അവരൊരു ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറഞ്ഞ ടെക്നോളജി യൂസ് ചെയ്തിട്ടാണ് ഫുള്ള് എൻറ്റയർ വോൾട്ട് പവർ ചെയ്തിരിക്കുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു സയൻസ് ഒക്കെ ഉള്ളത് കൊണ്ടാണ് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടമായിരുന്നു. കാരണം സയൻസ് ഫിക്ഷൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ടാണ് 3 ബോഡി പ്രോബ്ലം നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്തത്, ഇതും റെക്കമെൻഡ് ചെയ്തത്. എനിക്ക് ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്തത് എന്താ അറിയോ, ഇത് സീരീസ് കണ്ടു തുടങ്ങിയപ്പോ ഈ പറഞ്ഞ പോലെ എനിക്കറിയാം എത്ര നാളെ കുട്ടാ കാണാൻ. ആ കുട്ടിക്ക് ഒരു പ്രത്യേക ഭംഗിയില്ലേ. ആ കുട്ടിയുടെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എലാ പൂർണൽ എന്നാണ്. എനിക്ക് വയ്യ. അയ്യോ, ഡിബിൻ പോയി. ഡിബിൻ ആക്ച്വലി നമ്മുടെ പരിപാടിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. കുട്ടി വളരെ ഓപ്പൺ ആയിട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. വളരെ അങ്ങനെ ആയിരിക്കുമല്ലേ ഇനി അങ്ങോട്ടുള്ള കാലഘട്ടത്തിൽ. ആ കോൺഫിഡൻസ് ലെവലാണ് എനിക്ക് ആ കുട്ടിയിൽ ഏറ്റവും ഇഷ്ടമായത്. അതായത് നേരിട്ട് കാര്യം ചോദിക്കുക. അയ്യോ, അവര് മേക്കപ്പ് ഒക്കെ എന്ത് ഗംഭീരല്ലേ. മൂക്കില്ലാതെ കാണിക്കുന്നത് അല്ലല്ല, അത് മേക്കപ്പ്. അത് ആക്ച്വലി യൂട്യൂബിൽ നീ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഒരു മേക്കപ്പ് വീഡിയോ ഉണ്ട്, എടുത്തു നോക്ക്. സോ ബേസിക്കലി ഇപ്പൊ നമ്മള് മൂപ്പരെ ഈ ഇതാണ് ഫോൾ ഔട്ടിൽ അഭിനയിച്ച വാൾട്ടൻ ഗോഗിൻസിന്റെ ട്രാൻസ്ഫോർമേഷൻ. മൂപ്പരെ ഭയങ്കര മേക്കപ്പ്. ആ മേക്കപ്പിനെ കുറിച്ച് അത്യാവശ്യം ഒരുപാട് ചർച്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ആ മേക്കപ്പ് എങ്ങനെ ചെയ്തതെന്നുള്ളതിന്റെ വീഡിയോ ആണ് നമ്മൾ കാണാൻ പോകുന്നത്. പ്ലേ ചെയ്തു. It also led to him figuring out how to move his face and mouth with a ton of prosthetics and retainers that effectively erased his real teeth. He added, "When I put in the retainers, these things that kind of covered these pearly whites," said that it originally took 5 hours to turn him into the ghoul between the retainers and prosthesis. Despite his initial anxiety, Goggins said that he and Vincent Van Dyke, the show's prosthetic designer, managed to bring that 5-hour time frame down to just 2 hours. And Goggins finally figured out how to play the ghoul. Goggins also appeared on Late Night with Seth Meyers to promote Fallout. 5 മണിക്കൂർ എടുത്തത് ആയിരുന്നു അത്, പിന്നീട് 2 മണിക്കൂറിൽ തീർത്തൊരു മേക്കപ്പാ. ഗംഭീര മേക്കപ്പാട്ടോ, എനിക്ക് അതേപോലെ ലാസ്റ്റ് ക്ലൈമാക്സ് ഇവർ രണ്ടുപേരും കണ്ടിട്ടില്ല. ശരത്ത് ലാസ്റ്റ് ക്ലൈമാക്സിൽ ഇതേപോലെ ഒരു കാണിക്കുന്നുണ്ടല്ലോ, ഒരു അമ്മച്ചി. ആ അമ്മച്ചിയുടെ മേക്കപ്പ് ഒരു രക്ഷയില്ല, അതൊക്കെ സംഭവം തന്നെ. പക്ഷെ ഫോൾ ഔട്ട് സീരീസിൽ ഞാൻ ഡിബിന് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഇത് കണ്ടു തുടങ്ങിയ സമയത്ത്. ഒറ്റൊന്ന് മാത്രമേ ഉള്ളൂ, നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഈ ഒരു വെബ് സീരീസ് കാണണ്ട എന്ന് ഞാൻ പറയും. കാരണം എന്താ അറിയോ, വയലൻസും മാത്രം. ഞാൻ കുഴിമന്തി കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവസ്ഥ ആലോചിക്കും, വിശന്ന് കുഴിമന്തി കഴിക്കാൻ വേണ്ടിട്ട് എങ്ങനെ എടുക്കുന്നു അവിടെ അമ്മാതിരി വയലൻസ് ആണ്. വയലൻസ് എന്ന് പറഞ്ഞാൽ എന്നെ പോലത്തെ ഒരു ലോലഹൃദയന് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ടായില്ല. ഞാനൊരു മീമി ഷെയർ ചെയ്തില്ലേ ഇതിന്റെ ഈ ഒരു വയലൻസിൽ. കൊച്ചിനെ വളർത്തി മീമി ആയിപ്പോയി. You're my honey bun, sugar plum, pumpy umby umpkin. You're my sweetie pie. You're my cup
became അതൊരു വലിയ തർക്ക വിഷയമാണ്. ഈ മീമിന്നാണോ പറയുന്നത് മീമെന്നാണോ പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറെ പേർക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ട്. ഇതിന്റെ അടിയിൽ കമന്റ് ചെയ്യും. ഇത് റീലാക്കിയിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്യും. അപ്പോൾ ഇതിന്റെ അടിയിൽ കമന്റ് ചെയ്ത് ആക്ച്വലി ശരത്ത് പറഞ്ഞത് ആണോ മീമി എന്ന് പറയുന്നതാണോ കറക്റ്റ് അതോ മീം എന്ന് പറയുന്നതാണോ കറക്റ്റ്? ഇത് റീലാണ്. ഈ റീലിന്റെ അടിയിൽ ഒന്ന് പോസ്റ്റ് ചെയ്താൽ മതി. ഓക്കെ, ഇത് രാഹുൽ പറയുന്നു മീം എന്നാണ്, ശരത്ത് പറയുന്നത് മീമി എന്നാണ്. ഓ, അതിന്റെ ഇടയ്ക്ക് രാഹുൽ പറയുന്നു ഏത് സ്വന്തമായിട്ട് ഉത്തരവാദിത്വം ഒന്നുമില്ല ഏത്. ഞങ്ങൾ ഓ കളിയാക്കാൻ പോലും തന്നിട്ടില്ല. ഓക്കെ, ഓ അപ്പൊ നിങ്ങൾ രാഹുലിന്റെ കൂടെയാണോ ശരത്തിന്റെ കൂടെയാണോ? ഇതിന്റെ അടിയിൽ നമ്മളെ കമന്റ് തമ്മിൽ ചെയ്യണം. സ്പർദ്ധ സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള അവന്റെ മൂവാണത്. വിത്ത് രാഹുൽ വിത്ത് ശരത് എന്താണെങ്കിൽ കമന്റ് ചെയ്യാട്ടോ. ഞാൻ പറഞ്ഞത് ആ ആ പോസ്റ്റർ പോസ്റ്റർ താനോസിന്റെ താനോസിന്റെ കില്ല് ചെയ്യുന്ന സമയത്ത് ഞാനത് കണ്ടിരുന്നു. ഓക്കി ഡോക്കി അല്ലേ? ഓക്കെ ഓക്കെ, ആ അതെ, ലാസ്റ്റിൽ അത് പറയുന്നത് അങ്ങനത്തെ ഒരു ഡയലോഗ്. അതൊന്ന് സ്ക്രീൻ ഷെയർ ചെയ്യോ? അതെന്നാ പിന്നെ പറയുന്ന ആൾക്കാർ, കാണുന്ന ആൾക്കാർ കൂടി മനസ്സിലാവുമല്ലോ. സോ യു ഷുഡ് ഹാവ് ഗോൺ ഫോർ ദ ഹെഡ്. ഓക്കി ഡോക്കി. പക്ഷെ എനിക്ക് ഈ വെബ് സീരീസിൽ ഏറ്റവും ഇഷ്ടമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ലാസ്റ്റ്, അതായത് ഈ പറഞ്ഞ നിങ്ങൾ രണ്ടുപേരും പറഞ്ഞത് കറക്റ്റ് ആട്ടോ. ആദ്യത്തെ എപ്പിസോഡൊക്കെ നമ്മൾ നോക്കുമ്പോൾ എനിക്കും ഭയങ്കര ലാഗ് ഒക്കെ ഫീൽ ചെയ്ത് എന്റെ തലയുടെ മുകളിൽ കൂടെ ഒക്കെ പോകുന്നുണ്ടായിരുന്നു. ഞാനിങ്ങനെ എഴുന്നേറ്റ് നടക്കുന്നുണ്ടായി, എന്നെ ഇങ്ങനെ പിടിച്ച് ഇരുത്തിയൊന്നുമില്ല. പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് മൊത്തം കണ്ട് നമ്മളെല്ലാം മൊത്തത്തിൽ കണക്റ്റഡ് ആവുമ്പോൾ ഉണ്ടല്ലോ, 7th 8th ക്ലൈമാക്സ് ഒരു രക്ഷയില്ല. ക്ലൈമാക്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അത് പക്ഷെ ക്ലൈമാക്സ് നമുക്ക് അത്ര ഇഷ്ടമാവണമെന്നുണ്ടെങ്കിൽ ആക്ച്വലി അതിന് മുമ്പുള്ള എപ്പിസോഡുകളൊക്കെ കാണണം. 7th കോമഡികൾ നമുക്ക് രജിസ്റ്റർ ആവണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ബാക്കി എല്ലാ സാധനങ്ങളും അത്രയും ഡീറ്റെയിൽ ആയി നമ്മൾ കാണണം. സോ ഫോൾ ഔട്ട് സീരീസ് എനിക്ക് ഡിബിൻ ഈ പറഞ്ഞ പോലെ അതിന്റെ പ്രൊമോഷനെ കുറിച്ച് പറയുമ്പോഴേ എടുത്ത് അയച്ചത് അവിടുത്തെ ഈ ബസ്സിൽ വരെ എല്ലാവിടെയും പരസ്യമല്ലേ? ഇൻസ്റ്റയിലും ട്വിറ്ററിലും മാത്രമല്ല, ഇവിടുത്തെ ബസ്സിൽ വരെ ഉണ്ട്. അതെ അതെ, സെയിം തന്നെ ഇവിടെയും സബ്വേയിലും മറ്റേ എല്ലായിടത്തും അവരുടെ പോസ്റ്ററാണ്. അത് ശരത്ത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെയാണ് അത് ക്ലിക്ക് ചെയ്തത്. അതായത് ഫോളോ ഔട്ട് നേരത്തെ അവിടെ ഉണ്ടായിരുന്നു, പക്ഷെ നമ്മളത് ശ്രദ്ധിച്ചില്ല. പക്ഷെ ഇവൻ പറഞ്ഞപ്പോ ഓക്കെ ഇത്രയും ഹൈപ്പ് ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണമല്ലോ എന്ന് തോന്നിയത് അത്രയും അവരുടെ പ്രൊമോഷൻസിന്റെ ബേസ് ചെയ്തിട്ടാണ്. അല്ല, എനിക്ക് ഫോളോ ഔട്ട് ആക്ച്വലി ഇതിന്റെ ഒരു സീരീസിന്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആക്ച്വലി സീരീസ് വന്നതിന് ശേഷം ഇതിന്റെ ഗെയിം ഉണ്ടല്ലോ, ഗെയിം ഭയങ്കര ഹിറ്റ് ആയിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ എനിക്ക് തോന്നുന്നു എന്തോ ഒരു സെയിലും കാര്യങ്ങളൊക്കെ കൂടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. യൂറോപ്പില് എനിക്ക് തോന്നുന്നു ഫോളോ ഔട്ട് ഗെയിം ഇപ്പം സെയിൽസ് കൂടിയിട്ടുണ്ട്. അതുമല്ല ഇപ്പൊ കുറെ, അതെ, പിന്നെ കുറെ ഗെയിമേഴ്സ് ഉണ്ടല്ലോ, സ്ട്രീമേഴ്സും ഇപ്പൊ ഫോളോ ഔട്ടിന്റെ ഗെയിം റീസെന്റ് ഒരു ലാസ്റ്റ് ഒരു 1 വീക്ക് ആയിട്ട് അതിന്റെ സ്ട്രീമിംഗ് തുടങ്ങിയിട്ടുണ്ട്. ആൻഡ് നമ്മളെ സംബന്ധിച്ച് ഇപ്പൊ വൈബോൾട്ടിനെ സംബന്ധിച്ച് ഒരു ഹാപ്പിനെസ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കഴിഞ്ഞ ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ചയായിട്ട് ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഹാഷ്ടാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോൾട്ട് എന്നാണ്. കാരണം ഇത് ഈ വോൾട്ട് ഡ്വല്ലേഴ്സ് ഒക്കെ ആണല്ലോ, അതുകൊണ്ട് വോൾട്ട് എന്നുള്ള ഹാഷ്ടാഗ് ഇപ്പൊ എന്ത് ചെയ്യാം, ട്രെൻഡിങ്ങിൽ നിൽക്കുകയാണ്. ഇവനാണ് അതിൽ പറയുന്ന വോൾടെക് കമ്പനിയുടെ മുതലാളി. അതെ, ക്ലൈമാക്സ് പൊട്ടിക്കുകയാണെങ്കിൽ അവസാനം ലോകത്ത് മൊത്തം ബോംബ് പൊട്ടിക്കുന്നത് ഞാനാണ്. ക്ലൈമാക്സ് പറയാം, 7th എപ്പിസോഡിൽ ക്ലൈമാക്സ് പൊട്ടുന്നുണ്ട്. കുഴപ്പമില്ല, നമ്മൾ സ്പോയിലർ അലേർട്ട് പറഞ്ഞിട്ട് ഇതുവരെ എത്തിച്ചിട്ടാണ് കഥയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഞാനൊരു ഇത് പറയുന്നത് സ്പോയിലർ ആയിരിക്കും. പറഞ്ഞോ. ഞാൻ പറയുന്നത് എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ, ഞാൻ ഇതുവരെ 6th എപ്പിസോഡിലായിട്ടുള്ളൂ, 7th വരെ എത്തിയിട്ടില്ല. അപ്പൊ ഞാൻ പറയട്ടെ, ഇനിയിപ്പോ എനിക്ക് തോന്നുന്നത് അവരുടെ അമ്മയുടെ പേര് പറയുന്നുണ്ടല്ലോ, മെക്വീൻ. അപ്പൊ അവരല്ലേ മെയിൻ ആയിട്ടുള്ള ഒരു, അവര് പുറത്തുനിന്നാണ് അകത്തോട്ട് കയറിയിരിക്കുന്നത്. അവരുടെ ആക്സസ് വോട്ടിലേക്ക് കയറാനുള്ള ആക്സസ് ഉണ്ടായിരുന്നു. അവര് സത്യം വിളിച്ചു പറയുന്നു, എന്തിനാണ് നിങ്ങളെ താഴെ നിർത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു. എന്നിട്ട് അങ്ങനത്തെ ഒരു ഇൻഫ്ലുവൻസ് ഇതിനകത്ത് വരുന്നുണ്ട്. എനിക്ക് ഇത്രയും ഇനിയിപ്പോ അവരുടെ ഒരു കഥയാണ്. അവസാനം നിങ്ങളിപ്പോ പറഞ്ഞില്ല, ഒരു അവസാനം ഒരു പെണ്ണുപിള്ളയുടെ മേക്കപ്പ് വരുന്നുണ്ടെന്ന്, അത് ഈ പെണ്ണിന്റെ ആയിരിക്കാം. അപ്പോഴായിരിക്കും അവൾ അറിയുന്ന കഥകളൊക്കെ. ഇവരെല്ലാവരും അങ്ങനത്തെയാണോ ഇനി മുന്നോട്ട് വരാൻ പോകുന്നത്? ഇവന്റെ പേര് നമ്മൾ രാഹുൽ നോളൻ എന്നാക്കാം, നായർന്ന് മാറ്റിട്ട് അല്ലേ? ജോനാഥൻ നോളനും കഴിഞ്ഞതിന് ശേഷം അല്ല, ഇത് അങ്ങനെ മനസ്സിലാക്കാൻ പറ്റുന്നതാണോ? അത്രേ ഉള്ളോ? അങ്ങനെയാണോ? അങ്ങനെയൊക്കെ തന്നെയാണ്, പക്ഷെ അതിൽ കുറെ ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഉണ്ട്. അങ്ങനെ നീ എളുപ്പത്തിൽ പറഞ്ഞത്, നീ പറഞ്ഞത് ഒരു ആംഗിൾ മാത്രമാണ്, പക്ഷെ അതിന് വേറെ പല പെർസ്പെക്ടീവ്സ് ഉണ്ട്. ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ഇപ്പൊ ഒരു വോൾട്ടിലൊക്കെ പോയി പെടുകയാണെങ്കിൽ എന്തായിരിക്കും നമ്മളുടെ അവസ്ഥ? നമ്മളിപ്പോ വോൾട്ടിലല്ല, നിനക്ക് എങ്ങനെ പറയാൻ പറ്റും? എന്റെ മോനെ, സിമുലേഷൻ അതാണല്ലോ. മറ്റേ വേറെ ഏതൊരു സീരീസ് ഉണ്ടായിരുന്നല്ലോ, അതാണോ വെസ്റ്റേൺ? വെസ്റ്റ് വേൾഡ്.
കാനഡയില് ഈ സാധനങ്ങളൊക്കെ ഇപ്പോ കാശ് കൊടുത്ത് വാങ്ങാൻ പറ്റുമല്ലോ. ഇന്ത്യയിൽ ഇല്ലീഗലാണ്. കാനഡയില് ആ legal ശരിയാണല്ലോ. ആയതുകൊണ്ട് അത് പറയുമ്പോഴാണ് ആക്ച്വലി നമ്മുടെ മാർക്ക് സക്കർബർഗ് വോൾട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ. എലോൺ മസ്കിന് ഒരു ബങ്കർ വോൾട്ട് ഉണ്ട് ഞാൻ കേട്ടിട്ടുണ്ടല്ലോ. മൈക്രോസോഫ്റ്റിന് ഒരു ബങ്കർ വോൾട്ട് ഉണ്ട്. ഈ ആ, വോൾട്ട് ഒരു എന്നാണ് ബങ്കർ എന്നാണ് രണ്ടും ഒന്ന് തന്നെയാണോ ഉദ്ദേശിക്കുന്നത്? രണ്ടും വോൾട്ട് സെയിം തന്നെയാണ്. അതായത് ഓക്കെ കാശുള്ളവരൊക്കെ ഓക്കെ അത് ഓൾറെഡി ഉണ്ടാക്കി വെക്കുന്നുണ്ട്. എങ്ങാനും ഒരു അപ്പോക്കാലിപ്സ് വന്നു കഴിഞ്ഞാൽ ഇവന്മാരൊക്കെ വോൾട്ടിന്റെ അടിയിൽ കയറിയിരിക്കും. നമ്മളൊക്കെ ഈ പറഞ്ഞ പോലെ ഇവിടെ ഈ വൈബ് വോൾട്ടിന്റെ ഉള്ളിൽ തന്നെ ഇരുന്ന് അവസാനം പൊടിഞ്ഞു തീരും എന്നാണ്. ഒരു അമേരിക്കൻ സിറ്റിസൺ ഒരു കിട്ടിലും വോൾട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്ക് സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും. അതിന്റെ ഉള്ളിൽ സ്വിമ്മിംഗ് പൂൾ ഉണ്ട്, ജിം ഉണ്ട്, കിച്ചൺ ഉണ്ട്, എവറിഥിങ്. ഇറ്റ്സ് കൈൻഡ് ഓഫ് മിനി വോൾട്ട് പക്ഷെ ഞാനൊരു കാര്യം അവിടെ. ചോദിക്കട്ടെ, ഇപ്പൊ നമ്മളൊരു വോൾട്ട് ഉണ്ടാക്കി, ഇപ്പൊ ഭൂമിയിൽ അപ്പോക്കാലിപ്സ് ഉണ്ടാവുന്നു എന്ന് പറഞ്ഞിട്ടാണല്ലോ വോൾട്ട് ഉണ്ടാക്കുന്നത്. നമ്മൾ അണ്ടർഗ്രൗണ്ടിലേക്കാണ് വോൾട്ട് ഉണ്ടാക്കുന്നത്. ഈ മണ്ണിടിച്ചിലും അതെ. കാര്യങ്ങളൊക്കെ വന്നിട്ട് ആ വോൾട്ടിൽ എന്തെങ്കിലും അണ്ടർഗ്രൗണ്ടിൽ എന്തെങ്കിലും ഒരു കലാമിലിറ്റി സംഭവിച്ചെന്ന് ചത്തു. അല്ല ഇല്ല. ഫോർ എക്സാമ്പിൾ നമ്മളെ എവല്യൂഷൻ എടുക്കുകയാണെങ്കിൽ ഈ പാറ്റ, ഈ കോക്രോച്ച് ഇല്ലേ, കോക്രോച്ച് 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 ഒക്കെ ഈ ഡൈനോസർ കഴിഞ്ഞ് സർവൈവ് ചെയ്ത ഇതിൽ വരുന്നത്. എനിക്കറിയാം. സമയത്ത് അവർ അണ്ടർഗ്രൗണ്ടിലായിരുന്നു. മീൻസ് ഈ ആ ഒരു സമയത്ത് അപ്പോക്കലിപ്സ് ഉണ്ടായിരുന്ന സമയത്ത് ഈ ഓക്കെ കോക്രോച്ച് തന്നെ എലി മെമ്മൽസിലെ കുറെ സാധനങ്ങളും അണ്ടർഗ്രൗണ്ടിൽ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് അവർ പുറത്തേക്ക് വന്നിട്ട് വീണ്ടും ഒരു എന്താ പറയാ എവല്യൂഷൻ കണ്ടിന്യൂ ആയത്. അപ്പൊ അണ്ടർഗ്രൗണ്ട് ഈസ് സേഫ്. ഓൾസോ വേറെ ഒരു സമയത്ത് യൂറോപ്പിലെ എവിടെയോ ഒരു അണ്ടർഗ്രൗണ്ട് ബങ്കേഴ്സ് ഉണ്ടായിരുന്നു ഒരുപാട്. ആ സമയത്തുള്ള മനുഷ്യന്മാർ ഉണ്ടാക്കിയത്. അത് ആ സമയത്ത് ഭയങ്കര യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അതിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവരുണ്ടാക്കിയിട്ട് അവര് അതില് സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ആൻഷ്യന്റ് അപ്പോക്കലിപ്സ് എന്ന് പറഞ്ഞ ഒരു സീരീസ് ഉണ്ട് നെറ്റ്ഫ്ലിക്സ്. അതിനകത്ത് ഇത് കാണിക്കുന്നുണ്ട്. ഇത് പറഞ്ഞപ്പോഴാണ് നമ്മുടെ വേൾഡ് വാർ 2 സമയത്ത് ജർമ്മനിയിൽ ഇപ്പോഴും ഉണ്ട് ബങ്കേഴ്സ്. ഇപ്പോഴും കുറെ ബങ്കേഴ്സ്, അതായത് ബങ്കേഴ്സ് ആൻഡ് ടണൽ നെറ്റ്വർക്ക്സ് ഭൂമിക്ക് അടിയിലൂടെ പോകുന്നത് ഇപ്പോഴും. സംഭവം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബങ്കേഴ്സ് അപ്പോൾ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആണ്. ഇതിൽ കാണിച്ചിട്ടുള്ള ആ വോൾട്ട് 31 ഒരു ടെക്നോളജി കൂടി വന്നു കഴിഞ്ഞാൽ സംഭവം സെറ്റാ. ഒരു ഒരു 777 വർഷങ്ങൾക്ക് ശേഷം നമുക്കും ഈ പറഞ്ഞില്ല, അല്ലെങ്കിൽ ഒരു 200 വർഷത്തിന് ശേഷം നമുക്ക് വീണ്ടും ലൈഫിലേക്ക് വരാൻ പറ്റുന്ന ഒരു കലാപരിപാടി ഉണ്ടെങ്കിൽ സംഭവം സെറ്റാണ്. വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല. എക്സാക്ട്ലി ഇത് നാസ്ഡയിൽ എന്തോ കവർ എപ്പിസോഡ് ചെയ്ത് ഉണ്ടായല്ലോ. ആണോ? നാസ്ഡെയിൽ ഓൾസോ ഷെയർ. നാസ്ഡയിൽ എന്താണോ ബങ്കർ? ബങ്കറിന്റെ അകത്ത് സിനിമ തിയേറ്റർ എന്ന് തോന്നുന്നു. പാവങ്ങൾ. ഈ ബങ്കറല്ലേ തിയേറ്റർ മാത്രമല്ല, ഇവിടെ മനുഷ്യന് വീട് മേടിക്കാൻ പറ്റുന്നില്ല, അപ്പോഴാണ് അവൻ ബങ്കർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. നീ എത്ര തിയേറ്റർ മേടിക്കുന്ന കാര്യം പോട്ടെ, നമുക്ക് വാടകയ്ക്ക് എടുക്കാൻ പറ്റുന്നില്ല. അപ്പോഴാണ് അതെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇഷ്ടപ്പെടാത്ത ആൾക്കാർ കുറേ പേരുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവൻ റിവ്യൂസ് എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. റെഡിറ്റിലാണെങ്കിലും അതേപോലെ തന്നെ കോറയിലാണെങ്കിലും എടുത്ത് നോക്കിയ സമയത്ത് അതിൽ കുറേ ആൾക്കാർ നെഗറ്റീവ് പറയുന്നത് എന്താ പറഞ്ഞാൽ അവർ ഗെയിമിന്ന് അങ്ങനെ അഡാപ്റ്റ് ചെയ്ത പോലെയുണ്ട്, ഗെയിം കാണുന്ന പോലെ തന്നെയുണ്ട്, അല്ലാണ്ട് അതിൽ നിന്നൊരു ഡിഫറൻസ് ഇല്ല എന്നൊക്കെ പറയുന്ന ഒരുപാട് റിവ്യൂസും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിരുന്നു. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ബുക്ക് സിനിമയാക്കുന്ന കലാപരിപാടി ഉണ്ടായുള്ളൂ. ഇപ്പോൾ സംഭവം ഈ ഗെയിം നമ്മൾ നേരെ സിനിമയാക്കുമ്പോൾ അതിൻ്റെ ഒരു കമ്പാരിസൺ ഭയങ്കര സ്ട്രോങ് ആയിട്ട് വരുമല്ലോ. കാരണം ഗെയിം വിഷ്വൽ എക്സലൻസ്. അപ്പോൾ അത് അങ്ങനത്തെ ഒരു എക്സലൻസ് ആണെങ്കിൽ, അപ്പം അങ്ങനത്തെ ഒരു വിഷ്വൽ പരിപാടി വന്നിട്ട് പിന്നെ അതിനോട് ജസ്റ്റിഫൈ ചെയ്യുന്നില്ല വെബ് സീരീസ് എന്നൊക്കെയുള്ള കുറച്ച് പരിപാടികളൊക്കെ ഞാൻ കണ്ടിരുന്നു. എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയോ, നമ്മൾ ഗെയിം കളിക്കുമ്പോൾ ശരിയാകാൻ തെറ്റാവാം, നമ്മൾ കുറച്ചുകൂടെ എൻഗേജ്ഡ് ആണ്, നമ്മളാണ് ആക്ച്വലി ആ ക്യാരക്ടറിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എക്സാക്ട്ലി. അപ്പോൾ അതുകൊണ്ടായിരിക്കാം. പിന്നെ അതിനകത്ത് നമുക്ക് തോന്നുന്നത് ചെയ്യാം. ഒരു ഓപ്പൺ വേൾഡ് പോലത്തെ ഗെയിം തന്നെയാണ്. അപ്പോൾ മിഷൻസ് ഉണ്ട്, പക്ഷെ അപ്പോൾ അതായിരിക്കാം നമുക്ക് കുറച്ചുകൂടെ എൻഗേജ്ഡ് ആയിട്ട് ഗെയിം തോന്നുന്നത്. അറിയില്ല. അതായിരിക്കും. പക്ഷേ നോർമൽ വ്യൂവേഴ്സ് ആണെങ്കിൽ നോർമൽ വ്യൂവേഴ്സ് ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്തൊക്കെയോ ഉണ്ട്. നമുക്ക് ഈ പറഞ്ഞ 7th and 8th മാത്രമേ എനിക്ക് അതാണ് അതിൻ്റെ ഒരു ഈസ്റ്റർ എഗ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിന് മുന്നേ ഉള്ള സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ കാണാം. അത് നേരത്തെ ഫസ്റ്റ് രാഹുൽ പറഞ്ഞ പോലത്തെ ഇത് കണ്ടേ പറ്റൂ എന്നുള്ളൊരു ഫീല് നമുക്ക് തുടക്കത്തിൽ എനിക്കും കിട്ടിയില്ല, ഫസ്റ്റ് 2-3 വരെ. പക്ഷെ പിന്നെ 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 നമ്മൾ ആ കഥയിൽ ഗ്രിപ്പ് കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് ഐ വാസ് ലൈക്ക് ഓക്കെ, നൗ ദിസ് ഈസ് ഗെറ്റിംഗ് ഇൻട്രസ്റ്റിംഗ്. പിന്നെ 7ാമത്തെയും 8ാമത്തെയും വന്ന് ക്ലൈമാക്സ് എത്തിയപ്പോഴേക്കും ഐ വാസ് കംപ്ലീറ്റ്ലി ടോട്ടലി ഇൻ. ആൻഡ് ഞാൻ നിങ്ങൾ ബാക്കി 3 പേരെക്കാട്ടിലും ഇത് ബിഞ്ച് വാച്ച് ചെയ്ത് കണ്ടത്, അതായത് ഒറ്റ സ്ട്രെച്ചിൽ ഒരു രാത്രി മൊത്തം ഇരുന്ന് കണ്ടതാണ്. അതുകൊണ്ട് ഞാനൊരു ഗ്യാപ്പ് പോലും എടുക്കാതെ ഫുൾ ഇരുന്ന് കണ്ട്. അങ്ങനെയാണ് ഫോളോ അപ്പ് സീരീസിന് എൻ്റെ ഒരു ഒപ്പീനിയൻ. അഭിപ്രായം അല്ലേ? നേരത്തെ ശരത്ത് പറഞ്ഞ ബങ്കർ ഇതാന്ന് തോന്നുന്നു. ഇതാന്ന് തോന്നുന്നു പൂളും കാര്യങ്ങളൊക്കെ
ആക്ച്വലി അതിനെന്തോ യൂട്യൂബ് ഒരു ഇതുണ്ട്. എൻ്റെ ആ പൊന്നെ നോക്കിയേ, സൺലൈറ്റ് അണ്ടർഗ്രൗണ്ടിലൊക്കെ കൊണ്ടുവന്നിരിക്കുന്ന അയാള്. എൻ്റെ അമ്മോ, പാസേജ്. ഇത് നമ്മൾ അത് തന്നെ കേട്ടോ. ഈശ്വര ഭഗവാൻ, ഇതുപോലെ നടക്കുവോ? ഇത് ആ സ്റ്റീൽ ഡോറിന്റെ തിക്നെസ് കണ്ടോ? അതാ എടാ, ഒന്നും പറയാൻ പറ്റില്ല. ഇങ്ങനെ നടക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നടക്കായ്മയൊന്നും ഇല്ലല്ലോ. അല്ല, ഇത് ശരിക്കും ഉണ്ട്, സാധനം ഉണ്ട്. സോ ബേസിക്കലി ദിസ് ഇസ് എ ബിസിനസ്. ഈ ഒരു വെബ് സീരീസിലും പറയുന്ന ഒരു കാര്യം അതൊക്കെ തന്നെയാണ്. ഈ ബിസിനസ്സിന് വേണ്ടിയിട്ട് ഓൺടർപ്രണേഴ്സ് ഏത് അറ്റം വരെയും പോവും എന്നുള്ളത് കൂടിയും ഈ സീരീസിലെ ഒരു മെസ്സേജ് ആണ്. പിന്നെ ഈ ഒരു മേജർ നമ്മുടെ ഈ ഫോളോ ഔട്ട് സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതില് ശരത്തിന് എനിക്ക് തോന്നുന്നു, ശരത്ത് ഈ സൈഫൈ ഒക്കെ ഇഷ്ടപ്പെടുന്ന സമയത്ത് ശരത്ത് എനിക്ക് ഇതിനെക്കുറിച്ച് വലിയ ധാരണയില്ല. ആ ക്ലൈമാക്സ് കാണിക്കുന്ന ഒരു പരിപാടി ഇൻ റിയൽ ആണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു സ്റ്റേറ്റ്മെന്റ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെന്ത് സംഭവം എന്തായിരുന്നത്? ന്യൂക്ലിയറിന്റെ അതിനകത്ത് കാണിക്കുന്നത് കോൾഡ് ഫ്യൂഷൻ അവര് ചെയ്യുന്നത്. അതായത് ഫ്യൂഷൻ നടന്നു കഴിഞ്ഞാൽ എനർജി എമിറ്റ് ചെയ്യും. ഓക്കെ, ന്യൂക്ലിയർ ഫ്യൂഷൻ. അപ്പൊ ആ എനർജീനെ കൺട്രോൾ ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ, അതായത് ഫോർ എക്സാമ്പിൾ 2 ആറ്റംസ് മിക്സ് ആവുമ്പോൾ, കൊളൈഡ് ചെയ്യുമ്പോഴാണ് ഫ്യൂഷൻ എന്ന് പറയാം, അത് സ്പ്ലിറ്റ് ആവുമ്പോഴാണ് ഫിഷൻ എന്ന് പറയാം. അപ്പൊ ഫ്യൂഷൻ നടക്കുന്ന സമയത്തും ഫിഷൻ നടക്കുന്ന സമയത്തും ഒരുപാട് ഇൻഫിനിറ്റ് എമൗണ്ട് ഓഫ് എനർജി റിലീസ് ആവുന്നുണ്ട്. ഓക്കെ, ആ എനർജി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് നമുക്ക് എടുക്കാൻ പറ്റുമെങ്കിൽ ദാറ്റ് ഇസ് എ ഗുഡ് അച്ചീവ്മെന്റ്. ഭയങ്കര ഗ്രേറ്റസ്റ്റ് അച്ചീവ്മെന്റ് ആണ്. ആ ഒരു അച്ചീവ്മെന്റ് ആണ് ഈ ഒരു സീരീസ് കാണിക്കുന്നത്. ബേസിക്കലി കോൾഡ് ഫ്യൂഷൻ എന്ന് അവർ ക്ലൈമാക്സിൽ കാണിക്കുന്ന ആ ഒരു പരിപാടി അല്ലേ? അപ്പൊ കോൾഡ് ഫ്യൂഷൻ നടന്നു കഴിഞ്ഞാല് അൺലിമിറ്റഡ് എനർജി ഉണ്ടാക്കാൻ പറ്റും. അൺലിമിറ്റഡ് എനർജി ഉണ്ടാക്കാൻ പറ്റും. സയന്റിസ്റ്റ് ആക്ച്വലി ഇത് ആ എനർജി കൊണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? അൺലിമിറ്റഡ് എനർജി. നീ വണ്ടി ഓടിക്കുന്നത് എനർജി, അതിനു വേണ്ടി പെട്രോളിയം കത്തിച്ചിട്ടാണ് എനർജി ഉണ്ടാക്കുന്നത്. ഓക്കെ, വീട്ടില് ലൈറ്റ് എത്തുന്ന എനർജി, എനർജി എനർജി. അണക്കെട്ട് വേണ്ട, ഒന്നും വേണ്ട, അത് മാത്രം മതി. എവരിതിങ്. അണക്കെട്ടെന്തിനാടാ എടാ? ഇത് പവർ സെല്ല് വെച്ചോണ്ട് വീടെല്ലാം ഇത് ചെയ്യാലോ. അങ്ങനെ പറയില്ലടാ, അവിടെ മുല്ലപ്പെരിയാറൊക്കെ ഉള്ളതല്ലേ നമുക്ക്. അണക്കെട്ട് അവിടെ കിടക്കട്ടെ, പക്ഷെ ആവശ്യമില്ല പവർ ജനറേറ്റ് ചെയ്യണ്ട. നമുക്ക് ഇത് മതി, ഫ്യൂഷൻ വെച്ചിട്ട് ജനറേറ്റ് ചെയ്യാം. കഴിഞ്ഞ ഡിസംബർ 2022-23 സമയത്ത് മേജർ ബ്രേക്ക് ത്രൂ ഉണ്ടായിട്ടുണ്ട് ഈ ഫ്യൂഷൻ ടെക്നോളജിയിൽ. അവരുടെ ടെസ്റ്റുകളിൽ ഇപ്പത്തേനും, അതായത് അവർ അതായത് ആ ഫ്യൂഷൻ ജനറേറ്റ് ചെയ്യാനുള്ള എനർജിയേക്കാളും കൂടുതൽ എനർജിയാണ് ഈ ഫ്യൂഷനിൽ കൂടെ എമിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പത്തേനും അതൊരു മേജർ ബ്രേക്ക് ത്രൂ ആണ്. അപ്പോൾ അവർക്ക് കുറഞ്ഞ പവറിൽ ഫ്യൂഷൻസ് ഉണ്ടാക്കുക എന്നുള്ള പറയുന്നതിന്റെ അർത്ഥം എന്ന് പറയുന്നത്, നമുക്ക് ഇത് ഇപ്പോഴത്തെ സെൽ സൈസ് മറ്റേ ഗെയിമല്ല, നമ്മുടെ ഈ ഫോൾ ഔട്ടിൽ പറയുന്നത് പോലെ ഒരു ചെറിയ സെല്ല് കൊണ്ട് നമുക്ക് എൻ്റയർ ഇതിനെ പവർ ചെയ്യാൻ പറ്റും. വർഷങ്ങൾ എടുക്കും ഇതിന്റെ റിസർച്ചിന് വേണ്ടി, ബട്ട് ദർ ഇസ് എ പോസിബിലിറ്റി. നമുക്ക് എനർജി സോഴ്സ്, ഇപ്പൊ നമ്മളെ എനർജി സോഴ്സ് യൂസ് ചെയ്യുന്ന ഡാംസ് അല്ലെങ്കിൽ സോളാർ പവർ, അതൊന്നും ഇല്ലാതെ അൺലിമിറ്റഡ് എനർജി പറ്റും. ജസ്റ്റ് 2 ആറ്റംസ് ഫ്യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഫിഷൻ ചെയ്തിട്ടോ, എനിവേ അൺലിമിറ്റഡ് എനർജി യൂസ് ചെയ്യാൻ പറ്റും. ഇതാണ് മനസ്സിലായി. ഓക്കെ, ഞങ്ങൾക്ക് മനസ്സിലായിരിക്കണു. ലിവിന് ഇനി ക്ലാരിഫിക്കേഷൻ ഡൗട്ടും വേണോ? അയൺമാന്റെ അയൺമാൻ മറ്റേ കണ്ടുപിടിച്ചതെന്ന്. അമേരിക്ക ഇത് കണ്ടുപിടിച്ച്, അതിന് മേജർ ബ്രേക്ക് ത്രൂ ഉണ്ടായെന്ന് പറയുന്നത്. അതിനെപ്പറ്റി അവരൊന്നും പറയുന്നില്ല. അവർക്ക് അത് കൺട്രോൾഡ് ആയിട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റിയ ആർക്കും പിടിച്ചാൽ കിട്ടില്ല. അപ്പോൾ സംഭവം എന്തായാലും നമ്മൾ ഫോൾ ഔട്ട് സീരീസ്, അപ്പോൾ എന്തായാലും ഞങ്ങളിങ്ങനെ വൈൻഡപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ എപ്പിസോഡിൽ കൂടുതലും നമ്മളുടെ ഒരു എക്സ്പീരിയൻസ് കാര്യങ്ങളും ഞങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങളൊക്കെയാണ് കൂടുതലും സംസാരിച്ചിട്ടുള്ളത്. പിന്നെ കുറച്ച് സയൻസും കാര്യങ്ങളൊക്കെ കയറി വന്നിട്ടുണ്ട്. സോ ഫോൾ ഔട്ട് സീരീസ് കാണണോ വേണ്ടയോ എന്നുള്ളത് സ്വയം തീരുമാനിക്കുക. എന്തായാലും ഞങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. ഡിവിൻ, ഒരു ഔട്ട് ഓഫ് 10 എത്ര കൊടുക്കും? 5. രാഹുലോ? ഞാനൊരു 6 to 7. ശരത്തോ? ഞാൻ 8 out of 10. കഴിഞ്ഞ പ്രാവശ്യം ഇയാളുടെ അടുത്ത് നമ്പർ പറയുന്ന പറഞ്ഞപ്പോൾ ഇയാൾ വലിയായിട്ട് ഡയലോഗ് അടിച്ചു, ഞാൻ സീരീസിന് നമ്പർ പറയൂല, അയാളുടെ ക്രിയേഷനാണ്. ഇപ്പോ 8 എന്നൊക്കെ. ഞാൻ പറയുകയാണെങ്കിൽ ഞാനൊരു 6.5 ഔട്ട് ഓഫ്. പക്ഷെ ക്ലൈമാക്സ് 2 എപ്പിസോഡ് മാത്രം എടുക്കുകയാണെങ്കിൽ അതിന് ഞാൻ 8 കൊടുക്കും. അല്ലാതെ ടോട്ടൽ സീരീസിന് ഞാൻ 6.5 കൊടുക്കും. കുറെ എഫേർട്ട് ഉണ്ട്, നമുക്ക് കാണാനുള്ള കുറെ സാധനങ്ങളുണ്ട്. പിന്നെ എന്താ പറഞ്ഞാൽ അതിൽ കുറച്ച് കൺട്രി സ്റ്റൈൽ മ്യൂസിക്കും കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെ പ്ലേസ് ചെയ്തിട്ടുള്ളതുകൊണ്ട് നമുക്ക് ആ ലാഗ് ഒന്ന് ഫീൽ ചെയ്യുന്നതാണ്. അതാണ് അതിന്റെ ഒരു മേജർ പ്രശ്നം.
ഓക്കെ. അപ്പോൾ എന്തായാലും നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. ഇന്നിപ്പോൾ ശരത്ത് എന്തെങ്കിലും ഗിവ് അവേ കൊടുക്കുന്നുണ്ടോ? ഈ ഈ അതെ. എപ്പിസോഡ് മൊത്തം കണ്ടു തീർന്ന ആൾക്കാർക്ക് ഞാൻ കൊടുക്കുന്നു 5000 രൂപ. അത് അല്ല ഫാളൗട്ടിന്റെ CD ഗെയിം CD ഫോളോട്ടിന്റെ. ഫോളോട്ട് ഞാൻ കളിച്ചിട്ടില്ല, അതുകൊണ്ട് എൻ്റെ CD ഇല്ല. അല്ല, So, ഫോളോട്ട് കണ്ടിട്ട് കമന്റ് ചെയ്യുന്ന ആൾ നമുക്ക് സെലക്ട് ചെയ്തിട്ട് ഫോളോട്ടിന്റെ ഗെയിം CD കൊടുക്കാം. ഏതാണ് വേണ്ടതെന്ന് കമന്റ് ചെയ്ത് PC വേണോ PS4 വേണോ എന്ന് പറഞ്ഞാൽ കൊടുക്കാം. ഈ നമ്മളുടെ എപ്പിസോഡ് കണ്ടു തീർത്ത ഒരാൾക്ക് ഫോളോട്ട് 4ന്റെ ഗെയിം CD. ഫോളോട്ട് Sponsored by Rahul. സ്പോൺസർഡ് ബൈ No. രാഹുൽ. അതാണ് ഇത്. നോ, ഏറ്റവും സ്പോൺസർഡ് ബൈ ഗ്ലിച്ച് ഗ്യാങ്. അതാ സ്പോൺസർഡ് ബൈ ഗ്ലിച്ച് ഗ്യാങ്. ഏറ്റവും രസം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഈസ്റ്റർ എഗ് പോലെയാണ് ഇത്. ആർക്കും അറിയില്ല ഇതിന്റെ അവസാനം ഇങ്ങനത്തെ ഒരു ഗിവ് അവേ ഉണ്ട്. നമ്മൾ എവിടെയും പറയുന്നില്ല. ആരാണ് കാണാൻ പോകുന്നത്? അതെ. അപ്പൊ ആരായിരിക്കും? ആരായിരിക്കും ആ ഭാഗ്യവാൻ ഭാഗ്യവതി? അതെ. ഇത് നമ്മളുടെ എഡിറ്റ് ചെയ്യുന്ന പയ്യൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ചേട്ടാ ഞാനൊരു 1000 വട്ടം കണ്ടിട്ടുള്ളതുകൊണ്ട് എനിക്ക് തരാൻ പറ്റുമോ? പാവം കേട്ടോ. ഞാൻ പറഞ്ഞു നിന്നെ നേരിട്ട് കാണുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ തരാം. അപ്പൊ സംഭവം എന്തായാലും നമ്മൾ ഗ്ലിച്ച് ഗ്യാങ് വൈൻഡപ്പ് ചെയ്യുന്നു. അപ്പൊ നമുക്കൊരു ഗിവ് അവേ ഉണ്ട്. RJ കാർത്തിക് അല്ലെങ്കിൽ വൈബോൾട്ടിലേക്ക് ഡയറക്റ്റ് മെസ്സേജ് അയക്കാം. ആൻഡ് അതിൽ നമ്മൾ ഒരു ലക്കി വിന്നറിനെ സെലക്ട് ചെയ്ത് നമ്മൾ ഈ പറഞ്ഞ പോലെ ഫോൾ ഔട്ട് സീരീസ് 4ന്റെ ഗെയിം CD കൊടുക്കുന്നതായിരിക്കും. കൺഗ്രാറ്റുലേഷൻസ് ഇൻ അഡ്വാൻസ്. അതന്നെ, കൺഗ്രാറ്റ്സ്. അപ്പൊ സൈനിങ് ഓഫ്, ഞാൻ കാർത്തിക് ആൻഡ് വിത്ത് മീ ഗ്ലിച്ച് ഗ്യാങ്ങിൽ ഇറ്റ് ഇസ് ശരത്, രാഹുൽ ആൻഡ് ഡിബിൻ. ബൈ ബൈ. Vibe Vault Network.